കേരളത്തിലേക്ക് ഇങ്ങനെ നിക്ഷേപകർ എത്തിച്ചേരും, നിക്ഷേപം ഒഴുകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വ്യവസായ മന്ത്രി തന്നെ അതിന് വേണ്ട ബാക്ക്ഗ്രൗണ്ട് വർക്കൊക്കെ രാജ്യാന്തര നിക്ഷേപകരുടെ അടുത്തൊക്കെ പോയി ചെയ്തിരുന്നു. അപ്പോൾ നമ്മുടെ കേരളം ഒരു വികസന പാതയിലാണ്. അതിനൊരാക്കം കൂട്ടാനായി ഈ നിക്ഷേപക സംഗമം സഹായിക്കും. ഇതിന്റെ കൂടെ തന്നെ ചേർത്ത് വായിക്കട്ടെ, ഇന്നലെ കഴിഞ്ഞ ദിവസം വന്ന സർക്കാരിന്റെ പുതിയ നീക്കം, അതായത് ഈ സംരംഭങ്ങൾ, വ്യവസായ മേഖലയിൽ സംരംഭങ്ങൾ തുടങ്ങാൻ എന്നാണ് ഒരുപാട് ഇളവുകൾ വരുന്നു. പഞ്ചായത്തിന്റെ ലൈസൻസ് പോലും ഇനി ആവശ്യമില്ല എന്നടക്കമുള്ള തീരുമാനങ്ങളിലേക്ക് സർക്കാർ വരുന്നുണ്ട്. അപ്പോൾ മാത്രമല്ല ബജറ്റിലാണെങ്കിലും 10 കോടി രൂപ സംരംഭകർക്കായി പലിശരഹിത വായ്പ, നിക്ഷേപ സൗഹൃദ അല്ലെങ്കിൽ വ്യവസായ സൗഹൃദ സംസ്ഥാനമായി പൂർണ്ണമായി മാറ്റുക. നമ്മൾ നമ്പർ 1 ആയി. ഇപ്പോഴും നമ്മൾ പറയുന്നത് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ എന്തോ പ്രശ്നമാണ്. ഒരു പ്രശ്നവും ഇല്ല. കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് നമ്മുടെ മന്ത്രി പി രാജീവിനെ വിളിച്ച് നമുക്ക് നമ്പർ 1. അതെ, ഇതാണ് തരൂർ ലേഖനത്തിൽ പറഞ്ഞത്. അതാണ് പിന്നീട് പുലിവാലായത് അദ്ദേഹത്തിന് തന്നെ. അപ്പോൾ നമുക്ക് പുലിവാല ഓടിക്കാൻ നേരെ നിതിൻ അംബുജനിലേക്ക് പോകാം. നിതിൻ, അപ്പൊ എന്താണ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയാണ്, എന്താണ് അവിടുത്തെ ഒരു ആംബിയൻസ്? പ്രജിൻ, എന്തായാലും 8 മാസത്തെ ഒരു സർക്കാരിന്റെ മുന്നൊരുക്കത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇന്നിപ്പോൾ കൊച്ചിയിൽ നിക്ഷേപക സംഗമം തുടങ്ങാനിരിക്കുന്നത്. രാവിലെ 10 മണിക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. വ്യവസായ രംഗത്ത് കേരളത്തിന്റെ വളർച്ചയ്ക്ക് തുടക്കമാകുന്ന വേദിയായി നിക്ഷേപക സംഗമം മാറുമെന്നാണ് സർക്കാരിന്റെ പ്രതീക്ഷ. രാജ്യത്തെ പ്രധാനപ്പെട്ട വൻകിട കമ്പനികളുടെ എല്ലാം പ്രതിനിധികൾ മേളയിലേക്ക് സർക്കാർ ക്ഷണിച്ചിട്ടുണ്ട്. രാജ്യത്തിനകത്തും പുറത്തും വലിയ പ്രചരണ പരിപാടികൾ ഇതിന്റെ ഭാഗമായി സർക്കാർ നടത്തിയിരുന്നു. നമുക്കറിയാം, 8 മാസത്തെ പ്രചരണ പരിപാടികളുടെ ഭാഗമായി സർക്കാർ ഇത്തരമൊരു വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ഈ പദ്ധതിയെ നോക്കിക്കാണുന്നത്. പ്രത്യേകിച്ചും എത്ര രൂപയുടെ നിക്ഷേപം കേരളത്തിലെത്തും, അതോടൊപ്പം തന്നെ ഏതൊക്കെ കമ്പനികളുടെ പങ്കാളിത്തം കേരളത്തിൽ ഉണ്ടാകും എന്ന കാര്യത്തിലൊക്കെ തന്നെ നാളെ മാത്രമേ ഒരു തീരുമാനമാവുകയുള്ളൂ. 2 ദിവസമായി ഇതുമായിട്ട് ചർച്ചകൾ എന്തായാലും ഇവിടെ കൊച്ചി ബോൾഗാട്ടി ലുലു ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററിൽ നടക്കും. നമുക്കറിയാം, ഓരോ രാജ്യത്തെ പ്രതിനിധികളുടെ അവതരണമാണ് ഇന്നും നാളെയും ഉണ്ടാവുക. വിയറ്റ്നാം, നോർവേ, ജർമ്മനി, അതോടൊപ്പം തന്നെ ഓസ്ട്രേലിയ, മലേഷ്യ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങൾ സമ്മേളനത്തിന്റെ ഭാഗമാകുന്നുണ്ട്. വിവിധ തലങ്ങളിലുള്ള ചർച്ചകൾ എന്തായാലും നടക്കും. അതിൽ പ്രധാനപ്പെട്ട കാര്യം റോബോട്ടിക്സ്, അതോടൊപ്പം റോബോട്ടിക്സ്, അതോടൊപ്പം തന്നെ എയ്റോസ്പേസ് ആൻഡ് ഡിഫൻസ് എന്നീ മേഖലകളുടെ ചർച്ചകളിലും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട പങ്കാളിത്തം, വിവിധ രാജ്യങ്ങളുടെ പങ്കാളിത്തം ഉണ്ടാകുമെന്ന് തന്നെയാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നാളത്തെ ഈ ഒരു ചർച്ചയിലൂടെ തന്നെയാകും കേരളത്തിൽ എത്ര രൂപയുടെ നിക്ഷേപം വരുന്നു എന്ന കാര്യത്തിൽ തീരുമാനമാവുക. കേന്ദ്ര സംസ്ഥാന മന്ത്രിമാരടക്കം പങ്കെടുക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട രാജ്യാന്തര ആഗോള നിക്ഷേപകരടക്കം പങ്കെടുക്കുന്ന ഒരു ഈ സംഗമത്തെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സർക്കാർ കാണുന്നത്. അതിനിടയിലാണ് നേരത്തെ സൂചിപ്പിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷത്തിന്റെ വിമർശനങ്ങൾക്കുണ്ടെങ്കിൽ പോലും പ്രതിപക്ഷ നേതാവ് ഇന്നത്തെ ഈ ഒരു സംഗമത്തിൽ പങ്കെടുക്കും. നാളെ പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയും പങ്കെടുക്കുന്നുണ്ട്. ശരി, അപ്പോൾ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ നമ്മൾക്ക് എല്ലാവരും ഒന്നിച്ച് കൈകോർത്ത് കേരളത്തിന്റെ വികസനത്തിനായി, കൂടുതൽ നിക്ഷേപത്തിനായി, നിക്ഷേപങ്ങൾ വരുമ്പോൾ കൂടുതൽ പേർക്ക് തൊഴിൽ ലഭിക്കും, കൂടുതൽ പേർക്ക് വരുമാനം ലഭിക്കും, ഈ ഒരു പ്രതീക്ഷയോടുകൂടെ നിതിൻ അംബുജനാണ് വിശദാംശങ്ങൾ നൽകിയത്.